ലോകരാജ്യങ്ങളുടെ ഏറ്റവും പുതിയ വിനോദം എന്താണെന്നറിയാമോ? ഒട്ടേറെ രാജ്യങ്ങൾ സ്പേസിൽ അവരുടെ കണ്ണു വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? മനുഷ്യകുലത്തിൻ്റെ നന്മയെ ലക്ഷ്യമിട്ടിരിക്കുന്ന വെറുമൊരു ശൂന്യാകാശ പര്യവേക്ഷകർ മാത്രമായിരിക്കുകയാണോ നമ്മൾ? അതോ സ്പേസിൽ ലാഭകരമായ എന്തോ ഒന്ന് നമ്മൾ കണ്ണുവെക്കുന്നുണ്ടോ? എന്നാൽ ഒരുപക്ഷെ നിങ്ങൾ ആശ്ചര്യപ്പെട്ടേക്കാം, മനുഷ്യൻ ശൂന്യാകാശത്തേക്ക് കണ്ണു നട്ടിരിക്കുന്നത് മറ്റൊന്നിനുമല്ല, സ്പേസ് മൈനിങ്ങിനാണ്. ഇനി വരാൻ പോകുന്ന ദശകങ്ങളിൽ നാം കാണാൻ പോകുന്നതും മറ്റൊന്നായിരിക്കില്ല, സ്പേസ് മൈനിങ്, പ്രധാനമായും മൈനിങ് ഓൺ ദ മൂൺ. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. ഉറവിടങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നതായി സാഹചര്യം. ഭാഗ്യത്തിന് നമ്മുടെ ഭ്രമണപഥത്തിന് ചുറ്റുമുള്ള വിശാലമായ ലോകത്ത് കോടാനുകോടി വർഷങ്ങളായി ഹീലിയം 3 നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അക്കാര്യത്തിന് നാം സൂര്യന് നന്ദി പറയണം. സോളാർ കാറ്റിനോടൊപ്പം സഞ്ചരിക്കുന്ന ഹീലിയം 3യെ ഭൂമിയുടെ കാന്തിക വലയം ഡിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ കാന്തിക വലയം ഇല്ലാത്ത ചന്ദ്രൻ അതിന്റെ ഉപരിതലത്തിലെ ടോപ്പ് ലെയറിൽ ഹീലിയം 3 അബ്സോർബ് ചെയ്യുന്നു. അതിന്റെ പേരാണ് റെഗോലിത്ത്. ചന്ദ്രന്റെ ഉപരിതലത്തിൽ മുഴുവനായും ഉള്ളതുകൊണ്ട് ഏതൊരു മൈനിങ് ഓപ്പറേഷനോടൊപ്പവും കളക്ട് ചെയ്യാവുന്നതാണ് ഇനി അല്ലെങ്കിൽ ചന്ദ്രനിൽ സ്ഥാപിക്കുന്ന പവർ റിയാക്ടേഴ്സിന് ഇത് ഉപയോഗിക്കുവാൻ പറ്റും. ചിലർ പറയുന്നത് ഹീലിയം 3 മൈനിങ് അത്ര വയബിൾ ആയ ഒരു കാര്യമല്ല എന്നാണെങ്കിൽ, ചൈന പറയുന്നത് അവരുടെ ലൂണാർ എക്സ്പെഡിഷന്റെ പ്രാഥമിക ലക്ഷ്യങ്ങളിൽ ഒന്ന് ഹീലിയം 3 തന്നെയാണെന്നാണ്. അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ, ഇന്ത്യ ഇവരുടെ എല്ലാം ലക്ഷ്യം ഏതാണ്ട് ഇത് തന്നെ. റഷ്യയും ഫീസിബിലിറ്റി പഠനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തിന്, ചില സ്വകാര്യ കമ്പനികൾ ഇതിൽ കണ്ണുവെച്ചുകൊണ്ടുള്ള സാധ്യതകൾ ആരാഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഹൈ അബ്സോർപ്ഷൻ ലെവൽ ആയതുകൊണ്ട് ഹീലിയം 3 ന്യൂട്രോൺ ഡിറ്റക്ഷന് ഉപയോഗിക്കാനാവും. ക്രയോജനിക്സ്, മെഡിക്കൽ ഇമേജിംഗ്, MRI ഇതിലെല്ലാം ഹീലിയം 3 ഉപയോഗയോഗ്യമാണ്. ഇനി ഹീലിയം 3 മൈനിങ്ങിനോടൊപ്പം മൈൻ ചെയ്യുമ്പോൾ മറ്റു പലതും നമുക്ക് കണ്ടെത്താൻ പറ്റിയേക്കാം. എന്തൊക്കെയാണ്? ചന്ദ്രന്റെ ഉപരിതലത്തിൽ പലതരം മെറ്റൽസ് വലിയ അളവിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇരുമ്പ്, ടൈറ്റാനിയം, അലൂമിനിയം, സിലിക്കൺ, കാൽഷ്യം, മഗ്നീഷ്യം, അങ്ങനെ നിരവധി. ഇതിൽ പലതും കടുകട്ടിയായ പാറകൾ പോലെ ആയതുകൊണ്ട് ഇവയെ വേർതിരിച്ചെടുക്കുമ്പോൾ ഓക്സിജനും ഹൈഡ്രജനും പോലെയുള്ള ബൈ പ്രോഡക്ട്സും ഉണ്ടാകും.
ഭൂമിയിൽ അന്യമായവ അല്ല. എങ്കിലും ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അവിടെ അവയെ നമുക്ക് തുറന്നു വിടുമ്പോൾ കിട്ടുന്ന, അല്ലെങ്കിൽ ചന്ദ്രനിൽ അത് തുറന്നു വിടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വാസസ്ഥലമായി ചന്ദ്രനെ ഒരുപക്ഷെ മാറ്റാൻ കഴിഞ്ഞേക്കും എന്ന പ്രത്യാശയാണ് നമുക്ക്. കാരണം ഓക്സിജൻ എന്നാൽ പ്രാണവായുവും ഹൈഡ്രജൻ എന്നാൽ ഭാവിയുടെ ഇന്ധനവും എന്നാണ് അർത്ഥം. രണ്ടും കൂട്ടിച്ചേർത്താൽ വെള്ളവുമായി. പ്രോസസ്സ് ചെയ്യാത്ത റെഗോലിത്ത് ബിൽഡിങ്ങിന്റെ ഇൻഫ്രാസ്ട്രക്ചറിന് ആവശ്യമായ ലുണാക്രീറ്റ് ആക്കി മാറ്റാവുന്നതാണ്. അതുപോലെ ലൂണാർ റെഗോലിത്തിൽ നിന്നും ഗ്ലാസും ഉണ്ടാക്കാവുന്നതാണ്. ചുരുക്കത്തിൽ ഇതൊന്നും ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകേണ്ടി വരില്ല എന്നർത്ഥം. ഇതുകൂടാതെ റയർ എർത്ത് എന്ന് പറയുന്ന മെറ്റൽസിന്റെ ധാരാളിത്തം, ഇത് ഭൂമിയിൽ ഇല്ലാത്തതല്ല, പക്ഷെ ഇത് മൈൻ ചെയ്തെടുക്കുക അല്പം ദുഷ്കരമായ ജോലിയാണ്. പോരാത്തതിന് ഈ മെറ്റൽസിന്റെ ഡെപ്പോസിറ്റ്സ് ചില രാജ്യങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നുണ്ട്. പക്ഷേ അവരാരും അത് മൈൻ ചെയ്യാൻ താല്പര്യമെടുക്കുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, അത് ഉണ്ടാക്കുന്ന പൊല്യൂഷനെ തുടർന്നുണ്ടാകുന്ന വലിയ അളവിലുള്ള എൻവയോൺമെന്റൽ അതുപോലെ ഹ്യൂമൻ ഡാമേജസ് കണക്കാക്കുന്നത് കൊണ്ടാണ്. ചൈന മാത്രമാണ് ഈ റയർ മെറ്റൽസിന്റെ മൈനിങ് തുടരുന്ന രാജ്യം. അതുകൊണ്ട് തന്നെ മാർക്കറ്റിന്റെ 95% ചൈനയുടെ കൺട്രോളിലാണ്. ഈ മിനറൽസ് നമുക്ക് വളരെയധികം ആവശ്യമുള്ള ഒന്നാണ്. പ്രധാനമായും വിവിധ ഇലക്ട്രോണിക് ബാറ്ററിക്കും മറ്റും ഇത് വലിയ തോതിൽ ആവശ്യമാണ്. ലോകം പതിയെ ഇലക്ട്രോണിക് വാഹനങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് പറയേണ്ടതില്ലല്ലോ. ചൈന കഴിഞ്ഞാൽ ഇതിന്റെ സൈസബിൾ ആയിട്ടുള്ള ഡെപ്പോസിറ്റ്സ് ഉള്ള രാജ്യങ്ങൾ അമേരിക്കയുണ്ട്, കാനഡയുണ്ട്, ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക മുതലായവ. ഇവിടെ ചോദ്യം, ഭൂമിയുടെ പരിസ്ഥിതി നശിപ്പിച്ചുകൊണ്ട് ഇവിടെ ഖനനം നടത്തണോ അതോ ചന്ദ്രനിൽ ഖനനം നടത്തണോ എന്നതാണ്. ഈ മെറ്റൽസ് ഭൂമിയിൽ ഉള്ളിടത്തോളം ചന്ദ്രനിൽ ഇല്ല എന്നാണ് കരുതപ്പെടുന്നത്. പക്ഷേ അത് സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഭൂമിയെ അപേക്ഷിച്ച് ചന്ദ്രനിൽ വളരെ കുറവായിരിക്കും. ഭാവിയിൽ ചന്ദ്രനിൽ നിന്ന് ഖനനം ചെയ്യുന്നതായിരിക്കും എളുപ്പവും നല്ലതും. അങ്ങനെ വരുമ്പോൾ ആരാദ്യം ചെല്ലുന്നു, ആരാദ്യം ഖനനം ചെയ്യുന്നു തുടങ്ങിയവയെ ആശ്രയിച്ച് ഈ മെറ്റൽസിന്റെ മാർക്കറ്റ് കൺട്രോളും അവരുടെ പക്കലേക്ക് ചെല്ലും. ചൈന ആയിരിക്കുമോ ഭാവിയിൽ ഇത് കൺട്രോൾ ചെയ്യുക, അതോ മറ്റേതെങ്കിലും രാജ്യമായിരിക്കും? എന്തായാലും ബഹിരാകാശത്ത് വട്ടമിട്ട് പറക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും ഈ അപ്പത്തിന്റെ ഒരു കഷ്ണം കിട്ടിയാൽ കൊള്ളാം എന്നതാണ് നിലപാട്. ചൈന ഇപ്പോൾ തന്നെ ചന്ദ്രന്റെ ഇരുണ്ട വശത്ത് പര്യവേക്ഷണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോഴും ഒരു ചോദ്യം ബാക്കിയുണ്ടാകും, ചന്ദ്രനിൽ ആർക്കാണ് ഖനനം നടത്താൻ അധികാരമുണ്ടാകുന്നത്? ഇത് അല്പം കുഴപ്പം പിടിച്ച ചോദ്യമാണ്. എല്ലാ രാജ്യങ്ങളും തമ്മിൽ നിലവിലുള്ള 1966 ഔട്ടർ സ്പേസ് ട്രീറ്റി എന്നറിയപ്പെടുന്ന ട്രീറ്റി പ്രകാരം ഒരു രാജ്യത്തിനും ചന്ദ്രന്റെ മേൽ പരമാധികാരം ഉണ്ടാകില്ല എന്ന് പറയപ്പെടുന്നു. കൂടാതെ സ്പേസിൽ ആയുധങ്ങളുടെ ഉപയോഗം, സ്പേസിൽ മിലിറ്ററി ബേസ് സെറ്റപ്പ് ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു സെലസ്റ്റിയൽ ബോഡിയെ ക്ലെയിം ചെയ്യുന്നത്, ഇതെല്ലാം ഡിസലൗഡാണ്. പക്ഷേ മൈനിങ് പോലുള്ള കാര്യങ്ങളെ കുറിച്ച് ട്രീറ്റി ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യം ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്ന അടിസ്ഥാനത്തിലായിരിക്കും കൈകാര്യം ചെയ്യപ്പെടുക. സ്വാഭാവികമായും ആരാദ്യം എത്തും എന്ന കാര്യമായിരിക്കും, അല്ലെങ്കിൽ ആരാദ്യം എത്തും എന്ന കാര്യത്തിലായിരിക്കും ഇനി മത്സരം മുറുകുക. ഇതിനിടയിൽ നാസ പുതിയ പ്രോജക്റ്റുമായി ഇറങ്ങിയിരിക്കുന്നു. ആർട്ടമിസ് എന്ന് പേരിട്ടുള്ള ഈ പ്രോജക്റ്റിന്റെ ലക്ഷ്യം തന്നെ വീണ്ടും മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കുക എന്നതാണ്. അതിൽ തന്നെ ഒരു സ്ത്രീ ഉണ്ടാകും. ഇതൊരു ദീർഘനാളത്തെ പദ്ധതിയാണ്. മനുഷ്യനും റോബോട്ടും ഒരുമിച്ച് ദീർഘനാൾ ചന്ദ്രനിൽ, അതാണ് ലക്ഷ്യം. ആ ലക്ഷ്യം സാക്ഷാത്കരിച്ചാൽ അടുത്തത് മനുഷ്യനെ ചൊവ്വയിലേക്ക് അയക്കുക എന്നതാണ് ആർട്ടമിസ് പദ്ധതിയിടുന്നത്. ചന്ദ്രനിൽ ഒരു പെർമനന്റ് ബേസ് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് മനുഷ്യന്റെ ഇപ്പോഴത്തെ പ്രധാന ലക്ഷ്യം. ഇത് സാധ്യമാകുമ്പോൾ സ്പേസ് എക്സ്പെഡീഷൻ കുറച്ചുകൂടി എളുപ്പമാകുമെന്ന പ്രതീക്ഷയാണ് പലർക്കുമുള്ളത്. റഷ്യയുടെ ലൂണാർ മിഷൻ എന്താണ് ഇപ്പോൾ സംഭവിച്ചത് എന്ന് നമുക്കറിയാം. ദക്ഷിണ ധ്രുവത്തിൽ ആദ്യം ഇറങ്ങാൻ തിടുക്കം കാണിച്ചുകൊണ്ട് ലോഞ്ച് ചെയ്ത ലൂണാർ മിഷൻ പരാജയപ്പെട്ടു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത. എന്തായാലും പരാജയങ്ങളിൽ നിന്ന് ആരും പിന്മാറാൻ സാധ്യത ഒന്നുമില്ല. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 എന്താണ് സംഭവിക്കുന്നതെന്ന് ലോകം ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യയുടെ ലൂണാർ മിഷന്റെ പരാജയത്തോടെ ന്യൂഡൽഹിയിലേക്കാണ് എല്ലാ കണ്ണുകളും. നമ്മുടെ വിക്രം ലാൻഡർ 23-ാം തീയതി ബുധനാഴ്ച 6:03 ലാൻഡ് ചെയ്യും എന്നാണ് കരുതപ്പെടുന്നത്. അതും ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യം ലാൻഡ് ചെയ്യുന്ന രാജ്യം നമ്മളായിരിക്കും. ഇത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇന്ത്യ ഈ ചന്ദ്രയാൻ പദ്ധതി ആരംഭിച്ചത്. ഇടയിൽ റഷ്യയും കൂടി വന്നപ്പോൾ മത്സരം കുറച്ച് മുറുകി. പക്ഷേ നമ്മൾ അനാവശ്യ തിടുക്കമൊന്നും കാണിച്ചില്ല എന്ന് വേണം കരുതാൻ. ചന്ദ്രയാൻ 2 നിന്നും പഠിച്ച പാഠങ്ങൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങി. എന്തായാലും രസകരമായ ഈ റേസ് എവിടെ എത്തും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം.
താഴെ കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.